തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്നുള്ള സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് നശിച്ചു പോകുന്ന ഈ ലോകത്തേക്കാൾ നശിച്ചു പോകാത്തതും അഴിഞ്ഞു പോകാത്തതുമായ സ്വർഗരാജ്യത്തെ സ്നേഹിച്ച് നിത്യജീവന്റെ യാത്ര ക്രിസ്തുവിലൂടെ ആരംഭിക്കുന്നതിനായി യേശുവിന്റെ പ്രബോധനങ്ങൾക്ക് കാതോർത്ത് സാമൂഹ്യ അനാചാരങ്ങൾ കരുതിവരുത്തി അശരണർക്ക് ആശ്വാസദായകനായി 3-ാം നൂറ്റാണ്ടിന്റെ അവസാനം, അതായത് AD 283 റോമൻ പടത്തലവന്റെ പുത്രനായി കപ്പഡോക്യയിലെ പ്രഭുകുടുംബത്തിൽ ജനിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന വിശ്വാസികളുടെ കാവൽ പിതാവ് വിശുദ്ധ ഗീവർഗീസ് സഹദാ. നമ്മുടെ സൈന്യത്തിൽ പുതുതായി ചേർന്ന ആ പയ്യനെ നിങ്ങൾ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. അല്ല, ഒരു സംശയം ഞാൻ ചോദിക്കണം. ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ എപ്പോഴും കരുതി വെക്കേണ്ടത് എന്താ? ആയുധം, വാളും പരിചയം പോലായിരുന്നു. ഏത് നിമിഷവും ശത്രുവിനെ വെട്ടി വീഴ്ത്താൻ. അല്ലാതെ എന്നാൽ ആ പയ്യൻ ഇതൊന്നും അല്ല കൊണ്ട് നടക്കുന്നത്. വേദചൂലാണ്, വേദചൂൽ. അതെങ്ങനെയെന്ന് തനിക്ക് തിരിച്ചു വയ്ക്കാൻ മേലായിരുന്നോ? ചോദിച്ചു. അപ്പം തന്നെ ചോദിച്ചു. അന്നേരം കൈ മുറുകെ പിടിക്കുന്ന വേദചൂല് എന്റെ കയ്യിലേക്ക് വെച്ച് തന്നത്. ഇതിൽ യേശുനാഥൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വാളാണ്. അവൻ ദൈവനമ്പുരാനെ നോക്കി നടക്കുക. നല്ലൊരു ചെറുപ്പക്കാരൻ. കൂടാരത്തിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാനുള്ളതിന് അവൻ കേറ്റം കയറി മലമുകളിലേക്ക്. അയ്യോ പോയിക്കോട്ടെ, പിന്തിരിപ്പിക്കാൻ ചെന്നാലേ അവൻ നമ്മളെ മലയുള്ളൂ. അത്യുന്നതങ്ങളിൽ വാഴുന്ന സ്വർഗസ്ഥനായ എന്റെ പിതാവേ, അങ്ങയുടെ നിർദ്ദേശപ്രകാരം വചനം പ്രഘോഷിക്കുന്നതിന് എന്നെ വേദനിപ്പിക്കുന്ന എന്റെ സൈനിക സഹോദരങ്ങളോട് പൊറുക്കേണ്ടത്. തുടർന്നും വചന പ്രഘോഷണത്തിലൂടെ ഗ്രാമീണരെ മാനസാന്തരപ്പെടുത്തി അങ്ങയോട് ചേർക്കുവാനുള്ള ശക്തി എനിക്ക് നൽകിയിട്ടുണ്ട്. ഉണർന്നെഴുന്നേൽക്കൂ. നിന്റെ പ്രാർത്ഥനയിലും എന്നെ പ്രതി നീ സഹിക്കുന്ന പരിഹാസങ്ങളിലും ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമിത ആഗതമായിരിക്കുന്നു. നീ ഉടൻ തന്നെ സെലീന എന്ന ഗ്രാമത്തിലേക്ക് പോകുക. അവിടെ വചനം പ്രഘോഷിച്ച് ആ ജനതയെ മാനസാന്തരപ്പെടുത്തി പരസ്പര സ്നേഹം വളർത്തി എളിമപ്പെടാൻ പഠിപ്പിക്കുക. എന്റെ ജനമേ, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ദുരാശകളും ജടികമോഹങ്ങളും ഉപേക്ഷിച്ച് സ്വയം പരിത്യജിച്ച് യേശുവിന്റെ തൃക്കരങ്ങളിൽ നിന്ന് കുരിശുകൾ ഏറ്റുവാങ്ങി അവയെ ആശ്ലേഷിക്കുന്നവൻ ഭാഗ്യവാൻ. അവന്റെ മുന്നിൽ സ്വർഗരാജ്യത്തിന്റെ കവാടം തുറക്കപ്പെടും. സകല പാപങ്ങളിൽ നിന്നും ദൈവം അവനെ കാത്തുകൊള്ളും. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ദൈവവരപ്രസാദവും നിത്യരക്ഷയും കൈവരിക്കാൻ നിർത്ത്. രാജസേനയിലെ അംഗമാണെന്ന് കരുതി എന്തും വിളിച്ചു കൂടിയാൽ ഞങ്ങൾക്ക് തടയേണ്ടി വരും. നാട് വഴിക്ക് ചുങ്ങ് കൊടുത്ത് ആ തിരുമനസിന്റെ ആൾക്കൂടെ നടന്ന കച്ചവടമാണിത്. അടിമക്കവാടത്തിന്റെ മുമ്പിൽ നിന്ന് വാചക കസർത്ത് കാട്ടി കച്ചവടം കൊടുക്കുന്ന കുതിരയെ മരിച്ച് വേഗം സ്ഥലം വിടാൻ നോക്കാം. എന്റെ സഹോദരന്മാരെ, പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുക. ഇനിയും ഈ വാക്കുകൾ അവഗണിച്ചാൽ സത്യമായും ദൈവകോപത്തിനിരയായി ഈ നാട് നശിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉദ്ധാനം ചെയ്ത് ക്രിസ്തുവിനെ വിളിച്ച് അപേക്ഷിച്ച് രക്ഷ പ്രാപിക്കണം. കവലകൾ തോറും തമ്പേര് മുഴക്കി വിളിച്ചു പറഞ്ഞത് നീ പറഞ്ഞ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാനല്ല, മറിച്ച് ഈ രാജ്യം ഭരിക്കുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തി ആരാധിക്കാനാണ്. അങ്ങനെ വരുമ്പോൾ നിന്റെ വാക്കുകൾ ശരിക്കും രാജനെയാണ്.
നമുക്കിത് അധികാരികളെ അറിയിക്കാം. അവരിതിനെ തുറുക്കിലടക്കട്ടെ. എത്ര കരുതലോടെയാണ് പ്രകൃതിയെ കുടിനിർത്തണമെന്ന് നൽകി ഗ്രാമവാസികളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ശരിയാ, നമ്മുടെയൊക്കെ ജീവൻ തീരുകയാണ് ഈ തടാകം. നാടിന് മരണത്തിന്റെ വേൾ വീണ ഭയാനകമായ അന്തരീക്ഷം. എന്തു വല്ലാത്തൊരു ശബ്ദം. ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല, ഒപ്പം നടക്കുന്നവരെ നാളെ കണ്ടെന്ന് വരില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു. നേരാ, ആ ഭീകര സത്വം എന്തൊക്കെ വിപത്തുകളാണ് ചെയ്തു കൂട്ടുന്നത്. ആ ക്ഷുദ്രജീവിയുടെ വളർച്ച തടഞ്ഞില്ലെങ്കിൽ ഈ ഗ്രാമം നശിക്കും. ജീവിത തുടിപ്പിനായി ജനവേണ്ട മുഖാമുഖം അടച്ച അതിന്റെ വാസം. എല്ലാം നമ്മളുടെ ചെയ്തികളുടെ ഫലം. നമ്മളറിയാതെ സത്വം നമ്മളിലൂടെ ഈ ഗ്രാമത്തോളം വളർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ തിരുവരങ്ങിലും മൈതാനങ്ങളിലും പ്രഘോഷിച്ച ആ തേജസ്വിയായ ബാബുരും അയാൾ പറഞ്ഞത് എത്ര സത്യമായിരുന്നു. അയാളുടെ വെളിപ്പെടുത്തിയവർ നമ്മൾ അവഗണിക്കലായിരുന്നു. ആ സത്യം വിളിച്ചു വന്നവനെ നമ്മളാട്ടി വായിച്ചില്ലേ? അതിന്റെ ശാപമായതൊക്കെ. ശ്രേഷ്ഠ പുരോഹിതന്മാരെയും മധുരപ്രഘോഷകരെയും വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സംഘടന നാടുവാഴി അറിയിക്കാം. ശരിയാ, നമുക്ക് നാടുവാഴി അറിയിക്കാം. തിരുമനസേ, അടിയങ്ങളുടെ സങ്കടം. ചെറുതുള്ളിൽ ചിടിവാതുപോലെ പറക്കാനും ഈ തുപ്പാനും കഴിവുള്ള സത്വം നമ്മുടെ കൂട്ടനെല്ലാം കൊന്നൊടുക്കുകയാണ്. ആ ഘോര സമ്പത്തിന് വിഷമായി പറ്റി എത്ര കുടുംബങ്ങൾ അനാഥമായത്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ദീനരോധനം മുഴങ്ങിയ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തിയ ഭീകര സത്യത്തിൽ നിന്നും ഈ നമുക്കൊരു മോചനമില്ലേ? ഗുരുവന്ദനം. അങ്ങയുടെ ആഗമന ഉദ്ദേശം അറിയുവാൻ നമ്മുടെ മനസ്സ് വന്നിരിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിന്റെ പ്രപഞ്ചശക്തികൾ കോപിച്ചിരിക്കുന്നു. ഗ്രാമവാസികളെ ഹത്യ ചെയ്യുന്ന ആ സത്വം ഇപ്പോഴിതാ അതിശക്തനായ അങ്ങയുടെ മകന്മാരെ കൊന്നൊടുക്കുകയാണ്. ഗ്രാമവാസികളെ, നിങ്ങളുടെ സങ്കടത്തിന് കാരണമായ ഘോരസർപ്പത്തിന്റെ ചെയ്തികൾ നാം അറിയുന്നു. അതിനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാനുള്ള കരുത്ത് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിനില്ല. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഒന്ന് മാത്രം. തിരുമനസ്സുകൊണ്ട് അതെന്താണെന്ന് ആലോചിച്ചാലും ഓരോ ഗ്രാമവാസിയും തങ്ങളുടെ വിഹിതം സർപ്പത്തിനായി മാറ്റിവെക്കണം. ഇഷ്ട ആഹാരത്തിന് പുറമെ ആഴ്ചതോറും ഒരു കന്യകയെ ബലിയായി നൽകണം. ആഴ്ചതോറും കന്യകയെ നറുക്കിട്ട് തീരുമാനിക്കാം. തിരുമനസേ, ഇതെന്തൊരു നീതി! അവിടുന്ന് ഭരണം നടത്തുമ്പോൾ സ്ത്രീകൾക്ക് സംരക്ഷണവും സമാധാനവും ഇല്ലെന്നോ? ഇതൊരു രാജകൽപ്പനയല്ല. നമ്മുടെ ഈ ഗ്രാമത്തെ രക്ഷിക്കാനായി ഗ്രാമവാസികളുടെ മുന്നിൽ നിസ്സഹായനായ രാജാവിന്റെ യാചനയാണിത്. തിരുമനസിന്റെ ആജ്ഞ എന്ന് കരുതി തന്നെ ഞങ്ങൾ ഇത് സമ്മതിക്കുന്നു. നമ്മുടെ ഗ്രാമത്തിന്റെ ദുഃഖത്തിൽ നാമും കുടുംബവും പങ്കുചേരുന്നു. നറുക്കെടുപ്പിനുള്ള സാമഗ്രികൾ കൊണ്ടുവരും. രാജഗുരു അന്ന് നറുക്കെടുത്താൽ തിരുമനസ് അടിയത് എങ്ങനെ വായിക്കും? തിരുമനസ് നമ്മുടെ ഗ്രാമത്തെ രക്ഷിക്കുവാൻ ആ സത്യത്തിന് ഇരയാവാൻ വിധിക്കപ്പെട്ടത് മറ്റാരുമല്ല, അങ്ങയുടെ പുത്രി സലോമിയാണ്. ഇല്ല, ഇല്ല, മോളെ. അയ്യോ.
പെരുമ്പറ കൊണ്ട് വിളംബരം ചെയ്ത ലോമിയസ് രാജാവിന്റെ രാജകൽപ്പന രാജകുടുംബത്തിന് മാറ്റി രചിക്കാനുള്ളതല്ല. നിയമം രാജാവിനും ഗ്രാമവാസികൾക്കും ഒന്ന് തന്നെയാണ്, ഒന്ന് തന്നെ ആവുകയുമാണ്. ഗുരു, ആ പെരുമാമനും ഇരയാകാൻ വിധിക്കപ്പെട്ട വെളികല്ലിയെ ആചാരപ്രകാരമുള്ള ഒരുക്കങ്ങളോടെ ഗുഹാമുഖത്തേക്ക് അയക്കുവാനുള്ള ഏർപ്പാടുകൾ ഉടൻ തന്നെ ചെയ്യണം. നിൽക്കൂ. കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന വിജനമായ ഈ വീതിയിലൂടെ ഭവതി എവിടേക്കാണ്? കാഴ്ചയിൽ ഒരു ഉത്തമ രാജപുത്രിയുടെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഇനി വഴിതെറ്റി നടന്നു നീങ്ങിയതാണ്. മരണത്തിലേക്ക് നടക്കുന്ന ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ രാജപുത്രി തന്നെ. പക്ഷെ ഗ്രാമത്തിലെ മറ്റു കന്യകകളെ പോലെ എന്റെയും ആയുസ് കോഴിക്കോടത്തിൽ നിന്നും ഉയർത്തിയെടുക്കുന്ന ചീട്ടിന്റെ മറവിൽ തന്നെ ഈ ഗ്രാമത്തെ വേട്ടയാടുന്ന കരാള സർപ്പത്തിനാൽ പിച്ചു ചീന്തി മരണത്തിലേക്ക് വഴുതി വീഴേണ്ട ഇര. നിൽക്കൂ. ഇല്ല, ഞാനിതിന് അനുവദിക്കില്ല. അദൃശ്യനായ സർവശക്തൻ ദാനമായി തന്ന ജീവൻ ദുഷ്ടശക്തികൾക്ക് മുന്നിൽ അടിയറ വയ്ക്കാനുള്ളതല്ല. സത്യവാനും സർവശക്തനുമായ ദൈവത്തിന് തന്നെ തിരികെ നൽകുവാനുള്ളതാണ്. എന്നെ രക്ഷിക്കാനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ച് ആ സത്വത്തിന് ബലിയാവാതെ അങ്ങ് പോകും, ദൂരേക്ക് പോകും. തടാകജലം ഇളകുന്ന ശബ്ദം അങ്ങ് കേൾക്കുന്നില്ലേ? ഇര വിഴുങ്ങാനുള്ള ആർത്തിയോടെ ഏത് നിമിഷവും ആ ഘോര സർപ്പം എത്തും. അതിനു മുമ്പ് അത് രക്ഷപ്പെടും. പോകാം. ആ ഘോര സർപ്പത്തെ നിഗ്രഹിച്ച് ഭവതിയെയും ഗ്രാമത്തെയും രക്ഷിച്ചതിന് ശേഷം പോകൂ. രക്ഷകനായ യേശുനാഥ, അങ്ങേൽപ്പിച്ച ഈ ദൗത്യം ഈ കരങ്ങളാൽ പൂർത്തീകരിക്കുവാനുള്ള ദൈവാനുഗ്രഹം എന്നിൽ നിറയ്ക്കണമേ. ദൈവം സൃഷ്ടിച്ച് ഈ ഗ്രാമത്തെ കൈയടക്കി ഗ്രാമവാസികളെ പിച്ചു ചീന്തി നിഷ്ഠൂരമായി പൊത്തൊടുക്കി ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സർപ്പമേ, ഞാൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സത്യവാനായ എന്റെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ നിന്നെ പോരിൽ വിളിക്കുന്നു. നമ്മുടെ മകളെയും ഈ ഗ്രാമത്തെയും ഘോര സർപ്പത്തിൽ രക്ഷിച്ച് നമ്മുടെ മാനം കാത്ത ഈ ധീരയോദ്ധാവിന് അഭിനന്ദനങ്ങൾ. തിരുമനസിന് ക്രിസ്തുദാസനായ ഗീവർഗീസിന്റെ പ്രണാമം. എന്റെ ഈ ചെയ്തികളൊന്നും തന്നെ പാരിതോഷികങ്ങൾ നേടുന്നതിനും ഈ ലോകസുഖങ്ങൾ അനുഭവിക്കുന്നതിനും വേണ്ടിയായിരുന്നില്ല. ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ ആജ്ഞപ്രകാരമാണ്. ആരാണ് അദ്ദേഹം? വിശദീകരിച്ചാൽ. ഈ ലോകത്തിന്റെ പാപങ്ങൾ കഴുകിക്കളയുന്നതിനായി ഭൂമിയിൽ ജീവിച്ച് പീഡനങ്ങൾ ഏറ്റുവാങ്ങും നമുക്ക് വേണ്ടി ക്രൂശിതനായ ക്രിസ്തുദേവൻ ഈ ലോകത്തെ രക്ഷിക്കാൻ ഇനി അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അങ്ങ് വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ നന്മയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആ പാതയിലേക്ക് ഞങ്ങളെ നയിച്ചാലും പോകും. നമ്മുടെ സൈനികനായി നിന്ന് നമുക്കെതിരെ വചനം പ്രഘോഷിച്ച് നമ്മുടെ പ്രജകളെ അവന്റെ ആ നസറേത്തുകാരന്റെ ശിഷ്യരാക്കുന്ന ആ ചെറുപ്പക്കാരനെ ആ ഗീവർഗീസിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരും. പോകും. വചനം പ്രഘോഷിച്ച് ഗ്രാമങ്ങളെ ശുദ്ധീകരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ. ദയാപുരുഷൻ ചക്രവർത്തി നിനക്ക് വിധിച്ചിരിക്കുന്നത് മരണമാണ്. മരണം. ആഭിജാത്യം, പുരുഷ സൗന്ദര്യം, ധീരത എന്നിവ തുടങ്ങി നമ്മുടെ സേനയിലെ യുദ്ധവീരനായ ഗീവർഗീസ് കാലാകാലങ്ങളായി നാം ആരാധിക്കുന്ന അപ്പോളോ ദേവനെ ആരാധിക്കാതെ, പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ മരിച്ചു കിടത്തുന്ന കരുതപ്പെടുന്ന നസറത്തിലെ ആ തച്ചന്റെ മകനെ നീ ആരാധിക്കുന്നുവോ? അത് സത്യമാണോ? അതേ തിരുമനസ്സേ, ജീവനില്ലാത്ത അങ്ങ് ആരാധിക്കുന്ന ദൈവത്തെ പൂജിച്ച് ആരാധിക്കാൻ അടിയനെ കൊണ്ടാവില്ല. ലോകരക്ഷിതാവായ യേശുനാഥനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ യേശുനാഥന്റെ ഇളയദാസനായ ഗീവർഗീസാണ് ഞാൻ.
കൊള്ളാം. നിന്റെ ധീരത നാം അംഗീകരിക്കുന്നു. ഇതുവരെ നീ ചെയ്തതെല്ലാം നിന്നോട് നാം ക്ഷമിക്കും. സ്ഥാനമാനങ്ങളും പണവും നൽകും. പകരം ക്രിസ്തുവിനുള്ള നിന്റെ വിശ്വാസം ഉപേക്ഷിച്ച് അപ്പോൾ ദൈവന് പൂജ ചെയ്യണം. എന്താ, സമ്മതമാണോ? ഇല്ല, ഇല്ല തിരുമനസ്. 1000 വിശ്വാസ വീരന്മാർക്കൊപ്പം രക്തസാക്ഷിയായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്റെ ആത്മാവ് കൊതിക്കുകയാണ്. സർവശക്തനായ യേശുനാഥ, അവിടുത്തെ ദാസനായ ഈ ഗീവർഗീസ് അപേക്ഷിക്കുകയാണ്. എന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ഏവർക്കും അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ യേശുനാഥ. യേശുനാഥ, അങ്ങ് ദാനമായി നൽകിയ ഈ ജീവൻ ആ ദൈവത്തിനായി സന്തോഷത്തോടെ വെടിയാൻ അവിടുത്തെ ദാസനായ ഗീവർഗീസിത ശിരസ് നമിക്കുന്നു. ഏതനർത്ഥങ്ങളിലും സധൈര്യം ദൈവത്തിന്റെ വഴികളിലേക്ക് നോക്കി നിൽക്കുവാനുള്ള കൃപയാണ് വിശുദ്ധി. ആ വിശുദ്ധി കൈവരിക്കാൻ ശരീരത്തെ വിട്ടുകൊടുത്ത് ആത്മാവിനെ രക്ഷിക്കുവാൻ തയ്യാറാകുന്നവർക്ക് ദൈവം അതിനുള്ള ശക്തിയും സമാധാനവും കൊടുത്ത് മഹത്വത്തിന്റെ കവാടം തുറന്ന് വിശുദ്ധ പദവിയിലേക്ക് കൈപിടിച്ചു. ഷാർജ സെയിന്റ് മേരീസ് ജ്ഞാനായ ചർച്ചിന്റെ വലതുഭാഗം ത്രോണോസിന്റെ അധിപനും ദുബായ് ജ്ഞാനായ വർഷിപ്പ് സെന്ററിന്റെ കാവൽ പിതാവുമായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ജീവചരിത്രം ഒരു ചെറിയ അളവിൽ മാത്രം ഇന്നിവിടെ അവതരിപ്പിക്കാൻ സഹായിച്ച എല്ലാ കൊച്ചുകൂട്ടുകാർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഉള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ.